എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL-ൽ ഋഷഭ് പന്തിന്റെ ലക്നൌ ടീമിന് വമ്പൻ തകർച്ച. ജയിക്കാമായിരുന്ന മത്സരം രാജസ്ഥാൻ റോയൽസിന് മുന്നിൽ ലക്നൌ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു കളഞ്ഞുകുളിച്ചിരിക്കുകയാണ്. ലക്നൌവിന്റെ ഈ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മലയാളി താരം സഞ്ജു സാംസണിന് വേണ്ടി സാക്ഷാൽ AB ഡിവിലിയേഴ്സ് രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ഇന്ത്യ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ലെന്നും താൻ സഞ്ജുവിന്റെ വലിയ ആരാധകനാണെന്നും തുറന്നുപറഞ്ഞ ABDയുടെ മാസ് പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ നിഷ്പ്രഭരാക്കി റിയാൻ പരാഗിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് 40 റൺസിന്റെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ ആധിപത്യം പുലർത്തിയ രാജസ്ഥാൻ ലക്നൌ ബാറ്റിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ എറിഞ്ഞുടയ്ക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിവരും. മത്സരത്തിൽ ടോസ് ഭാഗ്യം ലക്നൌവിനൊപ്പമായിരുന്നു. അവർ രാജസ്ഥാനെ ബാറ്റിംഗിനയച്ചപ്പോൾ ഏകാനയിലെ പിച്ചിലൊരു വലിയ സ്കോർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് തരക്കേടില്ലാത്ത തുടക്കം നൽകിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ലക്നൌ തിരിച്ചടിച്ചു. ജയ്സ്വാൾ 22 റൺസെടുത്ത് പുറത്തായപ്പോൾ ക്യാപ്റ്റൻ റിയാൻ പരാഗ് 20 റൺസും ഷിംറോൺ ഹെറ്റ്മേർ 22 റൺസും നേടി മടങ്ങി. ഒരു ഘട്ടത്തിൽ 140 റൺസ് പോലും കടക്കില്ല എന്ന് കരുതിയ രാജസ്ഥാനെ രവീന്ദ്ര ജഡേജയാണ് കരകയറ്റിയത്. അവസാന ഓവറുകളിൽ ലക്നൌ ബൌളർമാരെ കടന്നാക്രമിച്ച ജഡേജ 29 പന്തിൽ നിന്ന് പുറത്താകാതെ 43 റൺസ് അടിച്ചെടുത്തു. ഇതോടെ നിശ്ചിത 20 ഓവറിൽ രാജസ്ഥാൻ 159 എന്ന ഭേദപ്പെട്ട നിലയിലെത്തി. ലക്നൌവിന് വേണ്ടി മുഹസിൻ ഖാനും പ്രിൻസ് യാദവും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. എന്നാൽ 160 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ലക്നൌവിന് തുടക്കം മുതൽ തന്നെ പിഴച്ചു. രാജസ്ഥാൻ ബൌളർമാരുടെ കൃത്യതയാർന്ന പന്തുകൾക്ക് മുന്നിൽ എയ്ഡൻ മാർക്രം, ഋഷഭ് പന്ത്, ആയുഷ് ബദോനി, പ്രിൻസ് യാദവ് എന്നിവർക്ക് റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല. ലക്നൌ നിരയിലെ 4 പ്രധാന താരങ്ങളാണ് 0 റണ്ണിന് പുറത്തായത്. ഒരു വശത്ത് വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോഴും ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മിച്ചൽ മാർഷ് ലക്നൌവിന്റെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിച്ചു. 41 പന്തിൽ നിന്ന് 6 ഫോറുകളും 2 സിക്സറുകളും അടക്കം 55 റൺസ് നേടിയ മാർഷ് ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത്. എന്നാൽ 14-ാം ഓവറിൽ മാർഷിനെ ജോഫ്ര ആർച്ചർ പുറത്താക്കിയതോടെ ലക്നൌവിന്റെ പതനം പൂർത്തിയായി. 18 ഓവറിൽ 119 റൺസിന് ലക്നൌ ഓൾ ഔട്ടായി. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം വളരെ വലുതാണ്. ജോഫ്ര ആർച്ചർ 20 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ബാറ്റിംഗിലും ബൌളിംഗിലും നിർണായക സ്വാധീനം ചെലുത്തിയ ജഡേജയെ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തത്. റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചുകയറി. അതേസമയം ഇത് ലക്നൌവിന്റെ ഈ സീസണിലെ തുടർച്ചയായ 4ാം തോൽവിയാണ്. അതേപോലെ തന്നെ IPL 2026 സീസൺ ആവേശകരമായി മുന്നേറുന്നതിനിടെയാണ് സഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ABDയുടെ ഈ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ടീം മാനേജ്മെന്റ് വേണ്ടവിധം പരിഗണിക്കുന്നില്ല എന്ന ആരാധകരുടെ കാലങ്ങളായുള്ള പരാതിക്ക് ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരത്തിന്റെ തന്നെ പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. സഞ്ജുവിനെ പോലൊരു ക്ലാസ് പ്ലെയർക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തത് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ വലിയ നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ ക്ലീൻ ഹിറ്റിംഗും ടൈമിംഗും ലോകോത്തരമാണെന്നും ABD കൂട്ടിച്ചേർത്തു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജുവിനെ പുകഴ്ത്തിയുള്ള ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. സഞ്ജുവിന്റെ കരുത്തെന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ABDയെ പോലുള്ള ഒരു താരം ഇങ്ങനെ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് അധികൃതർ ഗൌരവമായി കാണേണ്ടതുണ്ട്. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് പരീക്ഷിക്കുമോ എന്നാണ് ആരാധകർ ഇനി ഉറ്റുനോക്കുന്നത്. ചെന്നൈ ടീമിൽ സഞ്ജു നടത്തുന്ന വെടിക്കെട്ട് പ്രകടനങ്ങൾ തന്നെ ഇതിനുള്ള തെളിവായി ABD ചൂണ്ടിക്കാട്ടുന്നു. ഒരു താരത്തിന് നൽകേണ്ട ആത്മവിശ്വാസം BCCIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ കരിയറിലെ സുവർണകാലം പാഴാക്കരുതെന്നും ഡിവിലിയേഴ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സഞ്ജു സാംസൺ എന്ന പ്രതിഭയെ ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവഗണനയ്ക്ക് ABDയുടെ ഈ വാക്കുകൾ വലിയൊരു മറുപടിയാണ്. സഞ്ജു സാംസണെക്കുറിച്ചുള്ള AB ഡിവിലിയേഴ്സിന്റെ ഈ വാക്കുകളോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? സഞ്ജുവിനെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യ ഓപ്പണറായി പരീക്ഷിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്രിക്കറ്റ് വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.